Hello guys, I am Atmaj and welcome back to my channel Superness. അതുകൊണ്ടാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ് സൂപ്പർനെസ് ടൈമിൻ്റെ ഇപ്പോൾ മാർവലിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും ഗൈസ് നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫസ്റ്റ് എപ്പിസിൻ്റെ ക്രെഡിറ്റ് സീൻസ്, അതായത് മിഡ് ക്രെഡിറ്റ് ആൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് നമ്മളിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഒരു സിനിമയുടെ റിവ്യൂ ആണ് കാണേണ്ടതെങ്കിൽ ഞാൻ ഇന്നലെ റിവ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ, അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഐ ബട്ടണിലേക്ക് കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആൻഡ് മിഡ് ക്രെഡിറ്റ് സീൻസിൻ്റെ ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എവിടെ മുമ്പ് നിങ്ങൾ ദൂരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്താണ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ പലരും ഇന്നലെ തന്നെ ഈ സീൻസൊക്കെ ഓൾറെഡി പടം ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുമ്പേ ലീക്കായതാണ്. ബട്ട് എന്താ പറയുക, ഇന്നലെ പടം ഇറങ്ങിയതോടുകൂടി തന്നെ പലരും റിവ്യൂവോടൊപ്പം തന്നെ അവർ ക്രെഡിറ്റ് സീനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തതാണ്. പക്ഷേ ഒരു സ്പോയിലർ ആവണ്ടെന്ന് കരുതി ഇന്ന് ഈ ഒരു ദിവസം കൂടെ കഴിയട്ടെ, ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ സ്പോയിലേഴ്സ് ഒന്നും ആവണ്ട എന്ന രീതിക്കാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ എന്തൊക്കെ തന്നെയായാലും ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു എൻഡിങ് എന്ന രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലായി എൻഡിങ്. പക്ഷേ നിങ്ങൾ സിനിമ കണ്ടവർക്ക് വേണ്ടി ആ ഒരു ക്രെഡിറ്റ് സീനാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ആ സിനിമയുടെ അവസാനം എന്ത് സംഭവിച്ചെന്ന് പറയുന്നില്ല, ആ ക്രെഡിറ്റ് സീനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു സിനിമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ക്രെഡിറ്റ് സീൻസ് ഉണ്ട്. ഒരു മിഡ് ക്രെഡിറ്റ് സീനും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും. സോ മിഡ് ക്രെഡിറ്റ് സീനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ മിഡ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രാങ്ക്ലിനും സൂവും. സോ 4 വർഷം, അതായത് സിനിമയുടെ ഇത് കഴിഞ്ഞിട്ട് ഒരു 4 വർഷങ്ങൾക്ക് ശേഷം ആ ഫ്രാങ്ക്ലിൻ വലുതായിട്ട് നമ്മൾ കാണുന്നതാണ്. സോ ഫ്രാങ്ക്ലിനെ നമ്മളെ സൂസൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മളെ ഫ്രാങ്ക്ലിന് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി പുള്ളിക്കാരി പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ഹെർബിയുടെ സഹായകത്തായിരുന്നു. എന്നിട്ട് ഇഷ്ടപ്പെട്ട ബുക്ക് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ ആ ഒരു സോഫയിലാണ് പുള്ളിക്കാരി ഫ്രാങ്ക്ലിനെ ഇരുത്തിയത്. ആ സോഫയിൽ അവനെ കാണാനില്ല. സോ പുള്ളിക്കാരിക്ക് ഡൗട്ട് അടിച്ച് എന്തോ ഒരു ഡേഞ്ചർ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി തൻ്റെ പവേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. സോ നമ്മൾ പതിയെ കാണുന്നു ഒരു രൂപം ഒരു പച്ച പച്ച തുണി ഇട്ട് തലയിലിട്ട് മൂടിയ ഒരാൾ. അയാളുടെ കയ്യിൽ ഇരുമ്പ് കൈയാണ്. ആൻഡ് ആ ഒരു മാസ്ക് നമ്മൾ കാണുന്നു, ഒരു സ്റ്റീൽ മാസ്ക്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത് സാക്ഷാൽ ഡോക്ടർ ഡൂമാണ് ഗൈസ്. ഇത് ഡയറക്റ്റ്ലി ലീഡ് ചെയ്യുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോട്ടാണ്. ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഈ സിനിമ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു മിഡ് ക്രെഡിറ്റ് സീൻ ഡയറക്റ്റ് ചെയ്തത് നമ്മളെ റൂസോ ബ്രദേഴ്സാണ്. അത് അറിയാതിരുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പം തോന്നുന്നു. കാരണം പിന്നെ ഒരു സ്പോയിലർ ആയിപ്പോകുമായിരുന്നു എനിക്ക്. ഭാഗ്യം ചെയ്തതിന് ശേഷം എനിക്ക് ഒരു സ്പോയിലറും ഇല്ലാതെയാണ് നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസിലാണ് ഈ പടം കാണാൻ പറ്റിയത്. സോ എന്തൊക്കെ തന്നെയായാലും അവിടെ നമ്മൾ ഡോക്ടർ ഡൂമിനെ കാണുന്നു. ഓൾറെഡി പലരും പ്രഡിക്റ്റ് ചെയ്തതാണ് ഡോക്ടർ ഡൂമാണ് വരാൻ പോകുന്നത്. അഫ്കോഴ്സ് നമുക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇത് കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന പടം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആണ്. അതിൽ ഡോക്ടർ ഡൂമിനെ കാണിക്കാനൊരു സാധ്യതയില്ല. ബട്ട് എന്തെങ്കിലും അടുത്ത പടത്തിനുള്ള ലിങ്ക് ഉണ്ടാവുമായിരിക്കും. ബട്ട് ഇവിടെ നമ്മൾ കാണുന്ന അടുത്ത പടം എന്ന് പറഞ്ഞാൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആണ്. അതിലോട്ടുള്ള ഡയറക്റ്റ് ലിങ്കാണ്. സോ ഈ പടത്തിൻ്റെ ആ ഒരു ക്രെഡിറ്റ് സീൻ കഴിയുമ്പോൾ തന്നെ ഇത് കാണിക്കുന്നുണ്ട്, ദ ഫെൻറ്റാസ്റ്റിക് ഫോർ വിൽ റിട്ടേൺ ഇൻ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. സോ അത് മാത്രമല്ല, നമുക്ക് ഈ അടുത്ത് കിട്ടിയ ന്യൂസാണ്, നമ്മുടെ ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന് പറയുന്ന പടത്തിൽ ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത്, അവഞ്ചേഴ്സിൻ്റെ ലീഡറായിട്ട് വരാൻ പോകുന്നത് പെട്രോ പാസ്കലിൻ്റെ മിസ്റ്റർ ഫെൻറ്റാസ്റ്റിക് അഥവാ റീഡ് റിച്ചാർഡ്സ് ആണ്. അത് മാത്രമല്ല നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് ആയിരിക്കും ഈ ഒരു 2 പടങ്ങളിലും, ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലും ഈ പെട്രോ പാസ്കലിൻ്റെ റോള് തന്നെ, അതായത് റീഡ് റിച്ചാർഡ്സിൻ്റെ റോള് തന്നെ സെക്കൻഡറി ആയിട്ട് വരാൻ പോകുന്നത്, മെയിനായിട്ട് ലീഡായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിൻ്റെ തോറായിരിക്കും.
ആൻഡ് ഓഫ് കോഴ്സ് ഈ അടുത്ത് വന്നൊരു ന്യൂസാണ് ക്രിസ് ഹെംസ്വർത്ത് അധികകാലം MCUവിൽ നിൽക്കില്ലെന്ന്. ബട്ട് കെവിൻ ഫെയ്ഗി തന്നെ പറയുന്നുണ്ട് നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് ഒരു 10 വർഷത്തെങ്കിലും മിനിമം നമ്മുടെ MCUവിൽ തുടരും എന്ന്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പോഴും പുള്ളിക്കാരൻ്റെ പ്രൈമിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 വർഷമെങ്കിലും പുള്ളിക്കാരൻ തീർച്ചയായിട്ടും തുടരും എന്നാണ് കെവിൻ ഫെയ്ഗി നമുക്ക് തന്ന വാക്ക്. ഇനി ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മിഡ് ക്രെഡിറ്റ് സീൻ ഡയറക്റ്റ് ചെന്ന് ലിങ്ക് ചെയ്യുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോട്ടാണ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ കണ്ട ഡോക്ടർ ഡോമിനെയാണ്, നമ്മുടെ RDJയുടെ ഡോക്ടർ ഡോമിനെ. അപ്പം ആ ഒരു പടം ആ ഒരു ക്രെഡിറ്റ് സീൻ ചെന്ന് ലിങ്ക് ചെയ്യുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോട്ടാണ്. സോ ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ചിലപ്പോൾ ഈ ഒരു ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ അവിടെ നിന്ന് തന്നെ ആവാം തുടങ്ങുന്നത്. സോ ഇനി ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് നമ്മുടെ ഈ സിനിമയിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയതെന്ന് വെച്ചാൽ ഗലാക്ടസിൻ്റെ ഒരു സക്സസർ ആവാൻ വേണ്ടി. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്. സോ അതേപോലെ തന്നെ ഈ ഫ്രാങ്ക്ലിൻ്റെ പവേഴ്സ് ഡോക്ടർ ഡോമിന് ആവശ്യമുണ്ടായിരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ബട്ട് ആവശ്യമുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, ഫെൻറ്റാസ്റ്റിക് ഫോറിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരിക്കും. അതെല്ലാം ഡൂംസ്ഡേ വരെ നമുക്ക് കാത്തിരുന്നേ മതിയാവും. കാരണം ഒന്നും നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് ഒരു ലീക്കോ തിയറിയോ ഒന്നും തന്നെ വരുന്നില്ല. അതെല്ലാം ഡൂംസ്ഡേക്ക് വേണ്ടി കാത്തിരിക്കണം. ഇനി ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. സോ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണാനായിട്ട് നമ്മൾ ആ ഒരു ക്രെഡിറ്റ്സ് എല്ലാം പോയി കഴിഞ്ഞാൽ അവസാനം വരെ ഇരുന്നു. പലരും പറഞ്ഞു ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത്ര സംഭവമൊന്നുമല്ല, വേസ്റ്റ് ഓഫ് ടൈമാണ്. ബട്ട് എനിക്ക് നല്ലൊരു ഫണ്ണായിട്ട് തോന്നി. എനിക്ക് ഈ ഒരു പടം ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ റിവ്യൂലും പറഞ്ഞാണ്, ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ കാണുക ഗൈസ്. അതൊരു ഫണ്ണായിട്ട് വെച്ചിരുന്നതാണ്. ആ ഡെഡ്പൂൾ പറയുന്നത്, ആ ഡെഡ്പൂളിൻ്റെ സംഭവം പോലെ ഇതിൽ നമ്മൾ കാണുന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണുന്നത് വെച്ചാൽ ഒരു ടി വിയിൽ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ കാർട്ടൂണാണ്. ഫെൻറ്റാസ്റ്റിക് ഫോർ ഗലാക്ടസിനെ ഇതാക്കുന്നതും അതും ഇതൊക്കെ ഒരു കാർട്ടൂണാണ് നമ്മൾ കാണുന്നത്. ആ കാർട്ടൂൺ അതിൽ നമ്മുടെ തിങ് പറയുന്നുണ്ട്, ക്ലോബറിങ് ടൈം അതെന്നൊക്കെ പറയുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ ഹെർബി ആയിരുന്നു ആ ഒരു കാർട്ടൂൺ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. സോ പുള്ളിക്കാരൻ വന്ന് അത് ഓഫ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഇറ്റ് വാസ് ഫൺ. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ബട്ട് എനിക്കെന്തോ അത്ര എല്ലാവരും പറയുന്ന പോലെ അട്ടർ വേസ്റ്റ് ആയിരുന്നു അത് ഇതെന്നൊക്കെ പറയാം. പക്ഷേ എനിക്കൊരു ഫണ്ണായിട്ട് തോന്നി. ആ ഒരു മൂവിയുടെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അതും കൂടെ വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഈ ഒരു ക്രെഡിറ്റ് സീൻസും കുറച്ച് ഇത്രയൊക്കെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു പടം അഫ്കോഴ്സ് ഞാൻ ഡൂമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഈ പടം നേരിട്ട് പറ്റി ലിങ്ക് ചെയ്യുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോട്ടാണ്. സോ ഗൈസ് ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടായത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർഗോടെ കണ്ടുകൂട്ടാം. അതിന് മാത്രം അനുയോജ്യ സൂപ്പർ സ്റ്റേമെൻ നമ്മളാണ് സൂപ്പർ ഹീറോസ്.